ഗുഡ് മോർണിംഗ് മൈ ഫ്രണ്ട്സ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ വീണ്ടും വരുന്നത്. വരാൻ കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒന്നുമില്ല. ഞാനുമായി ബന്ധപ്പെടുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ് അവർ നമ്മളുമായി സംസാരിച്ച് മ്യൂച്വൽ ഫണ്ടുകൾ, അതുപോലെ സ്റ്റോക്കുകൾ എന്നീ ഏരിയകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആളുകൾ പറയുന്നതാണ്, നമുക്ക് പറയാനുള്ള ചില റെക്കമെൻഡേഷൻസോ അതല്ലെങ്കിൽ അഭിപ്രായങ്ങളോ അതല്ല എങ്കിൽ ഞാൻ വാങ്ങുന്ന ഏതെങ്കിലും കമ്പനിയുടെ ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്നും അവർക്കൊരു തീരുമാനമെടുത്തുകൊണ്ട് ആ മ്യൂച്വൽ ഫണ്ടുകൾ അതല്ലെങ്കിൽ ഷെയർസ് വാങ്ങാൻ പറ്റുമെന്ന് പറയാറുണ്ട്. ഇവിടെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വർഷങ്ങളായി ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ പേരാണ് വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ഓഫ് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ സ്റ്റീൽ എന്ന കമ്പനിയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. എനിക്ക് മാനേജ്മെൻറ്റിനെ വളരെ ഇഷ്ടമാണ്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ്. പക്ഷേ ഈ കമ്പനിയുടെ വില എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ഹൈലി ഫ്ലക്ച്വേറ്റഡ് ആണ്. ടാറ്റ സ്റ്റീലിൻ്റെ നിങ്ങൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ അതിൻ്റെ പ്രൈസ് ബാർ നോക്കിക്കഴിഞ്ഞാൽ, ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹൗ ദ കമ്പനീസ് പ്രൈസ് വാസ് മൂവിങ് അറൗണ്ട്. ഞാൻ 2008 മാർക്കറ്റിൽ ആക്റ്റീവായി വരുന്നതും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതും. അന്ന് മുതൽ ഞാൻ ഈ കമ്പനിയെ വളരെ റെഗുലറായിട്ട് വാങ്ങുകയും ഹോൾഡ് ചെയ്യുകയും എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരു നല്ല പൊസിഷൻ ഈ കമ്പനിക്ക് ഞാൻ നൽകുന്നുണ്ട്. ഞാൻ ഈ കമ്പനിയെ ആദ്യം വാങ്ങുന്നത് ഒരു 15 രൂപ വിലയുള്ള സമയത്താണ്. ലേറ്റസ്റ്റ് ഹയസ്റ്റ് റേറ്റ് ഈ കമ്പനി കാണിച്ചിട്ടുള്ളത് അറൗണ്ട് 180 റുപ്പീസ് വരെ ഇത് വന്നിട്ടുണ്ട്. ഞാൻ ഈ കമ്പനിയെ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്താൻ കാരണം ഒരു വാല്യൂ ഇൻവെസ്റ്റർ എന്ന നിലക്ക് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഷെയറാണ്. ഐ ആം നോട്ട് ടെല്ലിങ് യു ടു ബൈ ഇറ്റ്. ഐ ആം നോട്ട് റെക്കമെൻഡിങ് യു ടു ബൈ ഇറ്റ്. ഐ ആം ജസ്റ്റ് ഷെയറിങ് വൈ ഐ ആം ഹോൾഡിങ് ദിസ് ഷെയർ. ഇതിലെ ടേൺ അറൗണ്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലേക്ക് ഇതിൻ്റെ വിലകൾ വരുന്നതും തിരിച്ചു കയറുന്നതും നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ചിൽ ഇന്ന് 9th ഓഗസ്റ്റ് 2024 ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ദിസ് ഷെയർ ഈസ് ട്രേഡിംഗ് ഇൻ 150 റേഞ്ച്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് ഇനിയും താഴോട്ട് പോകും. കാരണം ഈ കമ്പനിയുടെ ലാഭം ഈ വർഷം വളരെ കുറഞ്ഞ ലാഭം മാത്രമാണ് കിട്ടിയത്. അതായത് നഷ്ടമാണ് കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം എൻ്റെ അടുത്തുള്ള ഡാറ്റകൾ പ്രകാരം 550 കോടിയുടെ നഷ്ടമാണ് ഈ കമ്പനി ഈ വർഷം കാണിച്ചിട്ടുള്ളത്. Q4 2024 ദിവസവും ഈ കമ്പനി ഏകദേശം 3%, 5%, 3%, 5% താഴോട്ട് വരുന്നുണ്ട്. ദിസ് വിൽ കണ്ടിന്യൂ ഫോർ സം ടൈം. പ്രത്യേകിച്ചും ഇന്ത്യ, നെതർലാൻഡ് ആൻഡ് UK എന്നീ രാഷ്ട്രങ്ങളിലെ അവരുടെ പ്രൊജക്റ്റുകളിലെ അവർക്ക് വലിയ ലാഭനഷ്ടമുണ്ടാവുകയും തൽഫലമായി ഇതിൻ്റെ പ്രൈസ് താഴോട്ട് കുതിക്കുകയാണ്. ഇപ്പോൾ ഇന്നുള്ള ഒരു സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഓവർ സെല്ലിങ് നടന്നുകൊടുക്കുന്ന ഒരു സ്റ്റാറ്റസാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ടാറ്റ സ്റ്റീൽ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനി ഇൻ ദ വേൾഡ്. ഇന്ത്യയിൽ തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ എടുത്ത് നോക്കിയാൽ
I can tell you something great about Tata Steel. അതായത് ഹൂ ഇസ് ദ നമ്പർ വൺ പ്ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാർക്കറ്റ് ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് JSW സ്റ്റീൽ. ഏകദേശം 2020 കോടി, 2,20,000 കോടിയാണ് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ ടാറ്റ സ്റ്റീലിന്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,89,000 കോടിയാണ്. സോ വാട്ട് ഇസ് ദ ബിഗ് തിങ് ഇൻ ദിസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. പക്ഷെ പ്രൈസ് നോക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ വ്യത്യാസം കാണുന്നത്. 2,20,000 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള JSW സ്റ്റീലിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 900 റുപ്പീസ്. അതേ അവസരത്തിൽ 1,89,000 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ടാറ്റ സ്റ്റീലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 150 rupees. So there is a huge gap between these two companies' price range. ഇവിടെയാണ് നമ്മളൊരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ആംഗിൾ കാണുന്നത്. There are many criteria that we can look into. അതിൽ ഞാൻ let me go through some data. ടാറ്റ സ്റ്റീല് നല്ല രൂപത്തിൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അവരുടെ എല്ലാ ഡാറ്റകളും നമുക്ക് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ചില റീജിയൻസിൽ അവർക്ക് വരുന്ന ലോസുകളെ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ റവന്യൂവിൽ കുറവ് വന്നാൽ പോലും ഇറ്റ്സ് എ ഗുഡ് കമ്പനി ടു തിങ്ക് ഓഫ്. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയെ വാങ്ങുന്നത്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് in which price range we can buy this company. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ കമ്പനിയെ ഇനിയും കുറച്ച് നാൾ കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. ബിക്കോസ് ഐ വാണ്ട് ടു ബൈ ദിസ് കമ്പനി ഇൻ എ ലോവർ റേഞ്ച്. ഇവിടെ ഞാൻ കാണുന്നത് ദിസ് കമ്പനീസ് പ്രൈസ് ക്യാൻ ഗോ ബിലോ 120 rupees. ₹120 താഴെ വന്നു കഴിഞ്ഞാൽ then I can see that it's a very good bet to buy this company for a long-term investment. നമുക്ക് ഒരു 100% പ്രോഫിറ്റ് മാർജിന് within 1 to 2 years ടൈമിൽ if this company perform very well then it is almost confirmed 100% profit. ഇതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയെ ഒരു ബിലോ 120 rupees എൻ്റെ ഫസ്റ്റ് ബൈ ഞാൻ വാങ്ങുമെന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടാറ്റ സ്റ്റീൽ. ഞാൻ ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോ കമ്പനിയെ, ഞാൻ വാങ്ങുന്ന കമ്പനിയെ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ട്രെൻഡിങ്ങിലുള്ള ഒരു കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ. 185 രൂപയിൽ നിന്നും 150 വന്നു. പക്ഷേ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് എന്ന ഒരു പാറ്റേണിൽ നമ്മൾ ഇതിനെ കാണുമ്പോൾ വി ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം മോർ, അറ്റ്ലീസ്റ്റ് ടിൽ ദ റേഞ്ച് ഓഫ് 120 rupees. അതൊരു സേഫ് സോണാണ് ടു എൻ്റർ ഇൻ ടു ദിസ് കമ്പനി. സോ എൻ്റെ നെക്സ്റ്റ് ബൈ റേഞ്ച് എന്ന് പറയുന്നത് 120 ബിലോ നമ്മൾ ഈ കമ്പനിയെ ഇനിയും വാങ്ങും. ആൻഡ് ഐ വിൽ ഹോൾഡ് ഇറ്റ് ഫോർ സം ടൈം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് ഇൻഫർമേഷൻ ആൻഡ് ഐ വിൽ കം വിത്ത് അനദർ കമ്പനി സൂൺ. സോ നിങ്ങൾക്ക് പലപ്പോഴും എന്നെ വിളിക്കുന്നതിന് പകരം യു ക്യാൻ യൂട്ടിലൈസ് channel informations and think of just to get the information or utilize the information.
but let me reiterate my point. This is not a stock recommendation, and there is a huge risk in investing in stock market and mutual funds. Thank you very much, my friends. See you again.